കനത്ത മഴയെ തുടർന്ന് അന്തിക്കാട് സലഫി മസ്ജിദ് കോമ്പൗണ്ടിലും സമീപത്തെ തച്ചിൽ ജേക്കബിന്റെ വീട്ടിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ജേക്കബിന്റെ വീടിന് ചുറ്റും കനത്ത വെള്ളക്കെട്ട് ഉയർന്നതോടെ അവരുടെ 2 ബാത്റൂമുകളും ഉപയോഗശൂന്യമായി. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഇക്കാരണത്താൽ ദുരിതമനുഭവിക്കുകയാണ്. എല്ലാ വർഷവും ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ടെങ്കിലും ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് ജേക്കബ് പറയുന്നു. എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും വേനൽക്കാലത്ത് ഈ വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടുള്ളതുകൊണ്ട് ഈ റോഡിൽ നിൽക്കുന്ന വെള്ളം മുഴുവൻ എൻ്റെ പറമ്പിലേക്കാണ് കയറി വരുന്നത്. എൻ്റെ വീട്ടിലെ പുറത്തുള്ള 2 ബാത്റൂമുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കുട്ടികളായിട്ട് ജീവിക്കുന്നത് എനിക്ക് വളരെ കഷ്ടപ്പാടാണ്. ഇവിടെ നിന്ന് പോകുന്ന റോഡ് എൻ്റെ ഈ ഹാളിൻ്റെ തൊട്ടുള്ള വലിയ കാനയുണ്ട്. ആ കാനയിലേക്കാണ് ഇവിടുത്തെ വെള്ളമെല്ലാം ചേരുന്നത്. അത് അവിടെ നിന്ന് പടിഞ്ഞാട്ട് പോകുന്ന ആ കാന സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ കൂടെ പോകുന്നതുകൊണ്ട് അവർ അടച്ച് ചെറിയ ഓവ് വെച്ചിട്ടാണ് ആ വെള്ളത്തെ കടത്തി വിടുന്നത്. ആ ചെറിയ ഓവ് ആയതുകൊണ്ട് തന്നെ വല്ല തടസ്സങ്ങളോ അല്ലയോ പ്ലാസ്റ്റിക് സാധനങ്ങളോ ഒന്നും അടഞ്ഞാൽ ഈ വെള്ളം പോവാതെ അവിടെ കെട്ടി നിൽക്കുകയാണ്. ഇതാണ് ഈ വെള്ളം ഇവിടെ പോവാത്തതിൻ്റെ കാരണം. വീടിന്റെ സമീപത്തുള്ള തണ്ണീർത്തടത്തിലെത്തുന്ന മഴവെള്ളം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ള സാഹചര്യമില്ലാത്തത് മൂലമാണ് വീടിന് ചുറ്റും വെള്ളക്കെട്ട് ഉണ്ടായതെന്നും ഈ സാഹചര്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു.